ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഈ കറുത്ത ദിവസത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ റജി പാസ്റ്ററെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ കർത്താവിൻ്റെ ദാസന് എന്നോടിങ്ങനെ പറയുകയുണ്ടായി, സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിക്കണമെന്ന്. അതിന് പ്രകാരം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട് വരുമ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു ഭാഗമാണ് 63-ാം സങ്കീർത്തനം. ഞാനിവിടെ വന്നിരുന്നപ്പോൾ പല കാര്യങ്ങളിലും മനസ്സിൽ കൂടി ഇങ്ങനെ ചിന്ത പോകുക. ഒരു കാര്യവും ദൈവം വെറുതെ ചെയ്യുന്നില്ല. കാര്യം 63-ാം സങ്കീർത്തനം തന്നെ ഇന്ന് നിങ്ങളോട് പറയണമെന്ന് ദൈവത്തിൻ്റെ ഹിതമായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 63 എന്ന് പറയുന്നത് എന്നോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാനത് പറയുന്നില്ല. ഇന്ന് 63 തന്നെ നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവ് തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ 63-ൻ്റെ കാര്യം പറയാത്തത് നിങ്ങളിത് വീഡിയോ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. പിന്നെ രഹസ്യത്തിൽ നിങ്ങളോട് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ 63-ാം സങ്കീർത്തനം നിങ്ങൾക്കറിയാമല്ലോ, ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് എപ്പോഴാണിത് എഴുതിയത്, രചിച്ചതെന്ന് അതിൻ്റെ തലക്കെട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആരെങ്കിലും ഒന്ന് തലക്കെട്ട് വായിച്ചാട്ടെ. ദാവീദിന്റെ ഒരു സങ്കീർത്തനം, അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചത്. ശ്രദ്ധിച്ചേ, അവൻ എവിടെ ഇരിക്കുമ്പോഴാ? യഹൂദ മരുഭൂമിയിൽ ഇരിക്കുന്ന കാലത്ത് അവൻ ചമച്ച സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ദാവീദ് യഹൂദ മരുഭൂമിയിൽ ഇരിക്കേണ്ടവനാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദ് രാജാവാണ്. രാജാവ് ഇരിക്കേണ്ടത് സിംഹാസനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അവൻ്റെ ഭക്ഷണം രാജകീയ ഭോജനം. പ്രൈസ് ദി ലോർഡ്. അവനുടുക്കുന്നത് രാജകീയ വസ്ത്രം, അവൻ്റെ രാജകീയ പരിചാരന്മാർ. ഒരു രാജാവാകുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ സംഗതിയല്ല. ആടിനെ കൊണ്ട് നടന്നവനെ ദൈവം പിടിച്ച് രാജസ്ഥാനത്താക്കി വെച്ചു. അവൻ രാജാവിൻ്റെ സകല സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സകല സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ രാജസ്ഥാനത്ത് നിന്ന് ഈ മരുഭൂമിയിലേക്ക് ഇവന് പോകേണ്ടി വന്നത്? അത് മറ്റൊന്നുമല്ല വിഷയം. നിങ്ങൾക്ക് 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിന് 13 മുതലുള്ള ചില വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ അറിയാം അവിടെ എന്താ സംഭവിച്ചെന്ന്. 2 ശമൂവേൽ 15-11 വാക്യം. 2 ശമൂവേൽ, ബുക്ക് ഓഫ് 2 ശമൂവേൽ chapter 15 verse 13. അനന്തരം ഒരു ദൂതൻ ദാവീദിന്റെ അടുക്കൽ വന്നു, ഇസ്രായേലിയുടെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചു പോയി എന്നറിയിച്ചു. അപ്പോൾ ദാവീദ് യെരൂശലേമിൽ തന്നോട് കൂടെയുള്ള സകല ഭൃത്യന്മാരോടും, നാം എഴുന്നേറ്റ് ഓടിപ്പോക, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശാലോമിന്റെ കയ്യിൽ നിന്നും തെറ്റിപ്പോകയില്ല. അവൻ പെട്ടെന്ന് വന്നു നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുവിൻ എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ. സ്വന്തം മകനായിരിക്കുന്ന അബ്ശാലോം രാജസ്ഥാനത്തിരിക്കുന്ന അപ്പനെതിരായിട്ട് എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കിയ ദാവീദ് പറഞ്ഞു, അബ്ശാലോമിന്റെ സ്വഭാവം എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ തെറ്റി ഒഴുകാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് പോകണം. അങ്ങനെ ദാവീദും കൂട്ടരും കൂടെ രാജാവിൻ്റെ സ്ഥാനമൊക്കെ വിട്ട് രാജസിംഹാസനം വിട്ട് ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവനിങ്ങനെ ഓടി പിന്നെ താഴോട്ട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം, ഇവൻ പുറപ്പെട്ട് അതിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ദേശമൊക്കെയും വലിയ കരച്ചിലായി, ജനമെല്ലാം കടന്നുപോയി, രാജാവും കിദ്രോൻ തോട് കടന്ന് ജനമൊക്കെയും മരുഭൂമിയിലേക്കുള്ള വഴിയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. യഹൂദ മരുഭൂമിയിലേക്ക് ഇപ്പോൾ രാജാവ് ഓടുകയാണ്. രാജാവിൻ്റെ കൂടെ വലിയൊരു പ്രജയുണ്ട്.
അവർ സന്തോഷിക്കുകയല്ല, അവരെല്ലാം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തൊട്ടു മുമ്പ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സകലത് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയേ, നമ്മുടെ മുമ്പിലൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. യുദ്ധം മുഖാന്തരം തൊട്ടു മുമ്പുണ്ടായിരുന്ന സുഖങ്ങളും കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ, 10,000-കണക്കിന് ജനങ്ങൾ പലായനം ചെയ്യുന്ന ആ ചിന്ത നിങ്ങളുടെ മനസ്സിലൊന്ന് നോക്കിക്കേ. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പോൾ പ്രസന്റിൽ നമ്മുടെ മുമ്പിൽ നടക്കുന്ന ആ വിഷയമെന്ന് ഓർത്തു നോക്കിക്കേ. നാളെ ഈ ദേശത്ത് കൊണ്ടുവന്ന് ബോംബിട്ടിട്ട് നമ്മൾ ഇവിടെ സമ്പാദിച്ചതും ഇട്ടതും ആമേൻ എന്ന് പറഞ്ഞാൽ ഒന്നും എടുക്കാൻ, സർട്ടിഫിക്കറ്റ് പോലും എടുക്കാൻ നിൽക്കാൻ കഴിയാതെ ഇറങ്ങി ഓടുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എത്ര പരിതാപകരമായ ഒരു കാര്യമാണ് ആമൻ. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണമേ, ആർക്കാ സംഭവിച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ ദാസനായ ദാവീദിന്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ ദാവീദിന് പൊടുന്നനവേ സിംഹാസനം പോയി, രാജകീയ ഭക്ഷണം പോയി, രാജകീയ പരിചാരം പോയി, എല്ലാം പോയി. ഇപ്പം മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങളെ ശാന്തമായി ഒന്ന് കൊണ്ടുപോയി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അങ്ങനെ ഒരവസ്ഥ നമ്മുടെ ഇടയിലേക്ക് വന്നാൽ, നമുക്ക് വന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. രാജാവ് സദോക്കിനോട്, നീ ദൈവത്തിന്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോകാം. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. ഇത് തിരുനിവാസവും കാണുവാൻ എനിക്ക് ഇടവരും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ പ്രശ്നത്തിൻ്റെ നടുവിലും പ്രയാസത്തിൻ്റെ നടുവിലും തകർച്ചയുടെ നടുവിലും പോകുമ്പോൾ ഒരു പ്രത്യാശയിൽ അവൻ വിളിച്ചു പറയുകയാണ്, പെട്ടകം കൂടുണ്ട്, ദൈവത്തിൻ്റെ പെട്ടകം കൂടി ഇരിക്കുക. അവൻ പറഞ്ഞു, പെട്ടകം കൊണ്ട് നീ അവൻ സ്ഥാനത്ത് യെരൂശലേമിലേക്ക് പോക്കോ. എന്താ കാര്യം? ഞാൻ ഒരു കാര്യം ഇതിൻ്റെ നടുവിൽ വിശ്വസിക്കുന്നു, പെട്ടകം ഇരിക്കുന്നിടത്ത് മടക്കി കൊണ്ടുപോകുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എൻ്റെ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരികെ ലഭിക്കും എന്ന് അവൻ്റെ ഉള്ളിൽ അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ അവിടെ ഇരുന്നുകൊണ്ട് രചിക്കുന്ന സങ്കീർത്തനമാണ് ഈ 63-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. 63-ാം സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാട്ടെ. 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 63-ന്റെ 1-ാമത്തെ വാക്യം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദാവീദ് ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? സിംഹാസനത്തിലല്ല ഇരിക്കുന്നത്. അവന്റെ സിംഹാസനം പോയി, അവന്റെ രാജകീയ ഭക്ഷണം പോയി, അവന്റെ രാജകീയ വസ്ത്രം പോയി, അവന്റെ രാജകീയ പരിചാരകന്മാർ പോയി, എല്ലാം പോയി. അവൻ മരുഭൂമിയിൽ കൂടെ ഉഴന്ന് നടക്കുകയാ. അവൻ തകർച്ചയുടെ നടുവിൽ നടക്കുക. പക്ഷെ അതിൻ്റെ നടുവിലും അവൻ ഒരു കാര്യം വിളിച്ചു പറയുക, സിംഹാസനത്തിൽ മാത്രമല്ല ദൈവമേ, ഈ പ്രതിസന്ധിയുടെ നടുവിലും നീ എൻ്റെ ദൈവം തന്നെയാ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് വാ തുറന്ന് അങ്ങനെ ഒന്ന് പറയാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. സുഖത്തിലിരിക്കുമ്പോൾ തന്നെ 10 സ്തോത്രം പറയാൻ നമുക്ക് പ്രയാസമാണ്. ആമേൻ. നമുക്ക് സുഖത്തിലിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണമേ, ആമേൻ, സുഖത്തിലും ദുഃഖത്തിലും വേദന നടുവിലും ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയാൻ കഴിയുന്ന എത്ര പേർ ഇന്ന് പകൽക്കാലം ഇതിൻ്റെ നടുവിൽ ഇരിപ്പുണ്ട്? അവര് ദാവീദിനെ പോലെ വാ തുറന്നൊന്ന് പറ, ദൈവമേ നീ എൻ്റെ ദൈവമാ. ഏത് സാഹചര്യത്തിലും വചനം കേൾക്കുമ്പോൾ ആമേൻ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ആമേൻ, നീ എൻ്റെ ദൈവമാ. പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, സുഖം തരുമ്പോൾ മാത്രമല്ല, മക്കൾക്ക് ജോലി തരുമ്പോൾ മാത്രമല്ല, UK കൊണ്ടുവന്നപ്പോൾ മാത്രമല്ല, ഇനി പ്രതിസന്ധി മുമ്പിലുണ്ട്. ഞങ്ങളെ പോലുള്ള പലരും തകർന്നുകൊണ്ടിരിക്കുന്നു, വീട് വിട്ടോടുന്നു. ഇതുപോലൊരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ദേശത്ത് വന്നാലും ഒന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറയാം, ആമേൻ, ഭൗതികത മാത്രമേ ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയുള്ളൂ, എന്നാൽ നീ ഞങ്ങളുടെ ദൈവമാ. നഷ്ടപ്പെടുന്നതിനെ മടക്കി തരാൻ കഴിവുള്ള ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം. എത്ര പേര് ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്? ഉറപ്പിച്ചൊന്ന് സ്തോത്രം പറയാൻ കഴിയുമോ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ പ്രദേശത്തൊക്കെ വന്നപ്പോൾ പല ആൾക്കാരൊക്കെ 2.5 വർഷമായി 3 വർഷമായി ഇവിടുത്തെ നിയമമൊക്കെ മാറുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അവൻ പറയും എന്താകും എന്താകും എന്താകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവരോട് പറയും, നിങ്ങൾ ഇന്നത് വേണമെന്ന് പ്രാർത്ഥിക്കരുത്. പിന്നെ എന്തോ ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഞാൻ നിന്റെ പൈതലാ, നീ എൻ്റെ ദൈവമാ, ആമേൻ, ബെസ്റ്റായതിനെ നീ ഞങ്ങൾക്ക് തരണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ UK മാത്രമല്ല, ദൈവത്തിന് എവിടെയും കരുതാൻ കഴിയും. ഇത് പറഞ്ഞു, മരുഭൂമിയുടെ അവസ്ഥയിൽ ഇരിക്കുമ്പോഴോ, വേദനയുടെ അവസ്ഥയിൽ ഇരിക്കുമ്പോഴോ, ആമേൻ, നഷ്ടത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുമ്പോഴോ, ഞാൻ ഒരു കാര്യം വിളിച്ചു പറയുന്നു, നീ എൻ്റെ ദൈവമാ. ഇന്ന് പകൽ എത്ര പേർക്ക് അല്പസമയം ഒന്ന് പറയാൻ പറ്റും? കരങ്ങളെ ഉയർത്തിക്കൊണ്ട്, കർത്താവേ, ഈ സുഖത്തിൽ മാത്രമല്ല, സുഖത്തിൽ മാത്രമല്ല, അവൻ ഒന്ന് നിന്നു പറ, ഒന്ന് നിന്നു പറ. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ സഹോദരങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ ഒന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കൈവിടാത്ത ഞങ്ങളുടെ സഹായമാരും ദൈവം ഞങ്ങൾക്കുണ്ട്. ഉറപ്പുണ്ടെങ്കിൽ അല്പസമയം ഒന്ന് കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. 1 2 പറഞ്ഞ് ഇരിക്കാനല്ല, അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിക്കാനിടയാകട്ടെ. ഹല്ലേലൂയ. അവിടെ പറയാ, ദൈവമേ, നീ എൻ്റെ ദൈവം, ആദികാലത്ത് ഞാൻ നിന്നെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, അവൻ നിൽക്കുന്ന ജോലി അങ്ങ് പോയാൽ, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ നന്മകൾ ചിലത് പോയാൽ, രാവിലെ ഉണരുന്ന ഉടനെ മനസ്സിൽ വരുന്നത് എന്തായിരിക്കും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദ്യ ദൈവചിന്ത വരുമോ? ഒരിക്കലും ചിന്ത വരത്തില്ല. കാര്യം കിടക്കുന്നത് തന്നെ പോയല്ലോ 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 എന്നും പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഉണരുമ്പോൾ അതേ വരത്തുള്ളൂ. എന്നാൽ ഇവിടെ അവൻ സിംഹാസനം പോയതല്ല അവൻ്റെ വിഷയം. അവൻ പറയുന്നു, സിംഹാസനം തന്നത് ദൈവമാണെങ്കിൽ, ഹല്ലേലൂയ, ഇതൊക്കെ എന്നെ ആക്കിയ ദൈവമാണെങ്കിൽ, ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അപ്പനും കൂടെ എന്നെ തള്ളിക്കളഞ്ഞ്, അമ്മയുടെ തള്ളിക്കളഞ്ഞ്, അവൻ ഒന്നുമില്ലാത്ത സഹോദരങ്ങൾ പോലും തള്ളിക്കളഞ്ഞ് ഈ സ്ഥാനത്ത് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, എൻ്റെ മകൻ എനിക്കെതിരെ എഴുന്നേറ്റാലും ഞാനിത് വിശ്വസിക്കുന്നു. ആമേൻ, നീ എൻ്റെ ദൈവമാ. അതുകൊണ്ട് അധികാലത്ത് പോയതല്ല എൻ്റെ വിഷയം, നീയാണ് എൻ്റെ വിഷയം, നീയാണ് എൻ്റെ വിഷയം. ആമേൻ. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത്, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാൻ എവിടെ ഇരിക്കുന്നത്? മരുഭൂമിയുടെ അവസ്ഥയാണ്. ഇതൊരു ആത്മീയ കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോണം. ദൈവത്തെ പ്രതിസന്ധി, നന്മയെ മാത്രമല്ല, ഏതവസ്ഥയിലും ദൈവം എൻ്റെ ദൈവമാണെന്ന് അകത്തു വന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കണം, നിങ്ങൾ ഹൃദയത്തിനകത്ത് ദൈവമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ, ഒരു ചെടിയുടെ അവസ്ഥ കാണിച്ചുകൊണ്ട് ദാവീദ് ഇങ്ങനെ എഴുതുകയാണ്, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശം. നിങ്ങൾക്കറിയാം, ഒരു ചെടി കുഴിച്ചു വെച്ചാൽ അതിന് എന്തോ വേണം? വെള്ളം വേണം. പ്രൈസ് ദി ലോർഡ്. വെള്ളം ഒഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വെള്ളം സമയത്തൊഴിച്ചില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായി മാറും? വെള്ളമില്ലാതെ ഉണങ്ങും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വെള്ളമില്ലാത്ത അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. വെള്ളമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം, ഈ വചനം എൻ്റെ അകത്തന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ വചനം അകത്തില്ലെങ്കിലുണ്ടല്ലോ, പ്രതിസന്ധിയുടെ നടുവിൽ ആടിപ്പോകുമെന്നേ. ഒരു ചെറിയ വിഷയം വന്നാൽ മതി, നമ്മൾ ആടിപ്പോകും. അതുകൊണ്ടാണ് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആവോളം ഇതങ്ങ് അനുഭവിച്ചോണമെന്ന് പറയുന്നത്. എന്നാണെന്നറിയാമോ? ഇത് ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയൊന്നും ബലപ്പെടുത്തുന്നതാണ്, ക്ഷീണിച്ചിരിക്കുന്ന. അതുകൊണ്ടാ നമ്മുടെ പിതാക്കന്മാരൊക്കെ വചനം പറയുമ്പോൾ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ചുമ്മാതെ പറഞ്ഞല്ലോ. എന്തിനാണെന്നറിയാമോ? ഇത് നിന്റെ അകത്തോട്ട് കയറുമ്പോൾ ഞെരുക്കി വെച്ചിരിക്കുന്ന ഇരുട്ടിൻ്റെ അവസ്ഥകളെ മാറ്റി, ഉണങ്ങിയ അവസ്ഥയെ മാറ്റി ഒരാത്മീയ ചൈതന്യം നിന്റെ അകത്തേക്ക് വരുത്തുകയാ. അതുകൊണ്ട് ഒന്നാമത്തെ അവസ്ഥ വെള്ളമില്ലാത്ത അവസ്ഥ. അവരവർക്കറിയാം വെള്ളമില്ലാത്ത അവസ്ഥയുണ്ടോ എന്ന്. ഇന്ന് സങ്കടത്തോടെ പറഞ്ഞാൽ, പെന്തിക്കോസ്തിൻ്റെ അനുഭവത്തിൽ വെള്ളമില്ലാത്ത വചനം ആർക്കും വേണ്ട. വചനത്തിൻ്റെ അവസ്ഥ ഇന്നും വേണ്ട എല്ലാവർക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാം വെട്ടി കുറച്ചിന്ന് എല്ലായിടത്തും പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുക. വചനത്തെക്കുറിച്ച് യാതൊരുവിധ അറിവ് നമുക്കില്ല. 2 3 വാക്യങ്ങൾ അറിയാം. എന്നാൽ ഞാൻ ആത്മാവിലൊരു കാര്യം പറയട്ടെ, ഇത് ഒരു ഉണങ്ങുന്ന അവസ്ഥയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ ഉണ്ടോ വല്ലവരും ഇവിടെ?
എൻ്റെ കൂടെ ഇരിപ്പുണ്ടോ സഹോദരങ്ങളെ? ഞാൻ ഒരു കാര്യം പറയാം, വചനമാണ് ഏറ്റവും വലുത്. ഞായറാഴ്ച ആരാധന 2 മണിക്കൂറേ കിട്ടിയുള്ളെന്ന് വിചാരിച്ചാലും സമയമെടുത്ത് വചനമാവോളം ഭക്ഷിച്ചോണം, വചനമാവോളം കിട്ടിയോണം. വചനമില്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്തൊരു ദിവസം മുമ്പിൽ വരാൻ പോകുകയാ. ആമൻ. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു വയ്ക്കുക, നമ്മുടെ മുമ്പിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാ. ഇനി ഇതിങ്ങോട്ട് വന്നാൽ മതി, നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ അതിൻ്റെ നടുവിലും ദാവീദിനെ പോലെ നിൽക്കാൻ കഴിയണമെങ്കിൽ അകത്ത് വചനമുണ്ടായിരിക്കണം. വചനമെന്ന് പറയാൻ ദൈവത്തിൻ്റെ ശക്തിയാ. ആ ശക്തി ഏതിനും നിന്നെ നിർത്തുന്നതാ. ആമേൻ. കൊറോണ വന്നപ്പോൾ ആരാധന പോലും ഇല്ലാതായി. എന്നാൽ ആരൊക്കെ ബലപ്പെട്ടിരുന്നു? വചനമുള്ളവനൊക്കെ ബലപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് വെള്ളമില്ലാത്ത അവസ്ഥ. രണ്ടാമത്തേത് ഉണങ്ങിയത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്നതാ? അവിടെ എഴുതിയിരിക്കുക വരണ്ടുപോയി അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നേ. ആ വാക്യം ഒന്ന് വായിച്ചേ. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എവിടെ ഇരിക്കുക? വെള്ളമില്ലാതെ. അപ്പൊ എത്ര സ്റ്റെപ്പാ? ഒരു ദൈവമക്കളുടെ സ്റ്റെപ്പാ പറയുന്നേ. ആദ്യത്തെ സ്റ്റെപ്പ് അതിനെ ഒന്ന് കേൾക്കാം, വേണേ കേൾക്കാം, ആർക്കേലും വേണേ കേൾക്കാം. എന്തു പറഞ്ഞിരിക്കരുത്, അത് നമ്മുടെ അകത്ത് ഉണങ്ങാൻ തുടങ്ങുന്നതിൻ്റെ സിംറ്റമായി. അന്നേരം നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഉണങ്ങും. പിന്നെ അടുത്ത സ്റ്റെപ്പ് വരണ്ടു പോവും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വരണ്ട ചെടിയുടെ മണ്ടേ വെള്ളം ഒഴിച്ച് എങ്ങനെ ഇരിക്കും? ഹലോ, പ്രൈസ് ദി ലോർഡ്. വരണ്ട ചെടിയുടെ മണ്ടയിൽ വെള്ളം എത്ര ഒഴിച്ചാലും അത് പിന്നെ എന്താകത്തില്ല, അത് കിളിർക്കത്തില്ല. ഇന്ന് ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. ദാവീദ് പറയാ, ദേശത്ത് വെള്ളമില്ല, പലയിടത്തും വരണ്ടുകൊണ്ടിരിക്കുന്നു, മരുഭൂമിയുടെ അവസ്ഥയാ. എന്നാൽ ഇതിൻ്റെ നടുവിലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ അകത്ത് നിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് ആത്മാവിൽ പറയാം, ദേശം മുഴുവനും ഇരുട്ടായാലോ, ദേശം മുഴുവനും അന്ധകാരത്തിൻ്റെ പിടിയിലായാലോ, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന വചനം എന്നെ ബലപ്പെടുത്തുന്നു എന്ന് പറയുന്ന എത്ര പേർക്ക് ഇന്ന് അല്പസമയം വാ തുറന്നു ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഒരു ജീവ നീരഴി പോലെ നിൻ്റെ അകത്തു നിന്ന് എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവ ജല നദി ഒഴുകും. ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട്, ഈ വെള്ളം എന്ന വചനം ഞാൻ കുടിച്ചാവോളം എൻ്റെ അകത്തു മാത്രമല്ല, ഇത് ഒഴുകാൻ പോകുക പുറത്തോട്ട്. അനേകരെ ഒന്ന് തണുപ്പിക്കുവാൻ, അനേകരെ ഒന്ന് ബലപ്പെടുത്താൻ, അനേകരെ ഒന്ന് ശക്തീകരിക്കാൻ. അവൻ വരണ്ടു പോകുന്നതിന് മുമ്പേ, ഉണങ്ങിപ്പോകുന്നതിന് മുമ്പേ അനേകരെ ബലപ്പെടുത്തുവാൻ ഈ വചനം എൻ്റെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ നിങ്ങളോട് കൈ ഉയർത്തി സ്വത്രം പറയാൻ പറയല്ല, അകത്തുള്ളവരങ്ങ് സ്വത്രം പറഞ്ഞോ, അല്പസമയം ദൈവത്തെ സ്തുതിച്ചോ. ഇത് എൻ്റെ അകത്തുണ്ട്. ദാവീദ് പറഞ്ഞു, ഈ പ്രതിസന്ധിയുടെ നടുവിൽ സിംഹാസനത്തെ കുറിച്ചുള്ള ചിന്തയല്ല, ഭക്ഷണമില്ലായ്മ ചിന്തയല്ല, രാജകീയ ഭോജനം പോയ ചിന്തയല്ല, ദേശം മുഴുവൻ വരണ്ട് കിടക്കുകയാ. അതിൻ്റെ നടുവിലും എനിക്ക് പറയാനുള്ളത്, ഞാൻ നിനക്കായി ദാഹിച്ചുകൊണ്ടിരിക്കുകയാ. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, ഈ വചനം റിസീവ് ചെയ്യാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? വരണ്ടവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഒത്തിരി വരണ്ടവരുടെ മുമ്പിൽ ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട്, ഒരർത്ഥവുമില്ല. കാര്യം വരണ്ടു പോയ ഫലമില്ല. പക്ഷേ ഉണങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്കറിയാം. നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, ഞാൻ വീണ്ടും പറയാം, റിപ്പീറ്റ് ചെയ്യുക, ഈ ലോകം മുഴുവനും വലിയ വരൾച്ചയിലേക്ക് പോകാൻ പോകുക. എന്നാൽ ഈ ദേശത്ത് കൊണ്ടുവന്ന ഞങ്ങളുടെ നടുവിൽ സിംഹാസനത്തിൽ ഇരുന്നാലോ, സിംഹാസനം പോയാലോ, പൗണ്ട് കിട്ടിയാലോ, പൗണ്ട് കിട്ടിയില്ലെങ്കിലോ, ഏത് സാഹചര്യത്തിലോ ആത്മാവിൽ ഇരുന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവവചനാണെന്ന് ഉറപ്പിക്കുന്ന എത്ര പേര് ഇവിടെ നടുവിലുണ്ട്? അവർക്ക് ധൈര്യത്തോടെ പറയാ,
മരുഭൂമിയിൽ വിട്ടേച്ചു പോകുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, നീ എനിക്ക് സഹായമാണ്, ഈ മരുഭൂമിയുടെ നടുവിലും നീ എനിക്ക് സഹായമാ. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചൽപ്പസമയം ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ആത്മാവിൽ പറ കർത്താവേ, അവൻ ഏത് സാഹചര്യത്തിലും അവൻ പാട്ടുപാടുമ്പോൾ മാത്രമല്ല എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ധൈര്യത്തോടെ പറയാമോ, എനിക്ക് നിന്നെ ദാഹിക്കുകയാ, നിന്റെ വചനത്തിനായി ഞാൻ ദാഹിക്കുകയാ, നിന്റെ ആരാധനയ്ക്കായി ഞാൻ ദാഹിക്കുകയാ. അവൻ എനിക്ക് ഈ മരുഭൂമിയിൽ ഇരിക്കാനല്ല, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ഒരു ദൈവ സാന്നിധ്യം എനിക്കുണ്ടെന്ന് തിരിച്ചറിയുന്നവർ അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ പിന്നെ അറിയാം, ആമേൻ, ദാവീദിന് അവൻ എഗൻസ്റ്റായി അനേകർ എഴുന്നേൽക്കുകയാ. അവൻ മാത്രമല്ല, അവനെതിരെ അവൻ ആ ഭാഗത്തേക്ക് വന്നിട്ട് 2 ശമൂവേലിന്റെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ അവൻ ചിലതൂടെ കാണാൻ സാധിക്കും. അതിൻ്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 30-ാമത്തെ വാക്യം. ദാവീദ് തലമുടിയും ചെരുപ്പിടാതെ നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമുടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. തലമുടി അവന്റെ അവസ്ഥ ഒന്ന് നോക്കിയേ. കരഞ്ഞുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട്. തൊട്ടു മുമ്പ് ഇതായിരുന്നു സ്ഥിതി. സിംഹാസനത്തിൻ്റെ ആനന്ദവും സിംഹാസനത്തിൻ്റെ സന്തോഷമൊക്കെ പെട്ടെന്ന് പോയി, നിമിഷനേരം കൊണ്ടുപോയി. പക്ഷെ അവൻ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവനെതിരെ വേറൊരു എഴുന്നേറ്റിരിക്കുക. 31-ാമത്തെ വാക്യം. അബ്ശാലോമിന്റെ കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവ അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ കൂടെ പോകുന്നവന് പ്രത്യാശ ഒരിടം മാത്രമേ ഉള്ളൂ. സ്വന്തം മകനെതിരായി അഹീതോഫേലെതിരായി. അഹീതോഫേൽ ഒരു ഭയങ്കര കൂട്ടുകെട്ടുണ്ടാക്കുന്നവനാ. ഈ അഹീതോഫേൽ നോക്കിയാൽ ഇവനെ തകർക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ നടുവിലും ഇവൻ ദൈവത്തോട് മരുഭൂമി എന്നോട് പറയാ, എനിക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുന്നവൻ്റെ ആലോചനയെ നീ വ്യർത്ഥമാക്കി കളയണമേ. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് ദിവസങ്ങളിൽ പറയാം, നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, യുദ്ധത്തിൻ്റെ കെടുതി നമ്മുടെ നാടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ആമേൻ കൂട്ടുകെട്ടുണ്ടാക്കി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്. ശത്രുവിൻ്റെ ആലോചനയല്ല, ദൈവത്തിൻ്റെ ഹിതം നടക്കണമേ. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയും കർത്താവേ, ഞങ്ങളുടെ ദേശത്ത്, ആമേൻ, ഞങ്ങളുടെ രാജ്യത്ത്, ഇവിടെ മാത്രമല്ല ഞങ്ങളുടെ സ്വന്തക്കാർ പാർക്കുന്ന വിദേശ രാജ്യങ്ങളിൽ എന്നു വേണ്ട, ആമേൻ, പലതും തേടി ഇറങ്ങിയെടുത്ത് ഇന്ന് കരച്ചിലും വിലാപവുമായി തീർന്നിരിക്കുക. ആമേൻ. മനുഷ്യൻ്റെ കൂട്ടുകെട്ടിൽ അവർ തകർന്നുകൊണ്ടിരിക്കുകയാ. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന ഈ ദിവസം നടക്കണമേ എന്ന് ദാവീദിനെ പോലെ ആമേൻ ഈ മാമനവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആമേൻ കരമുയർത്തി നമ്മുടെ ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ആമേൻ. യുദ്ധം നടക്കുന്ന ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ആമേൻ. ഗൾഫ് രാജ്യത്തിന് വേണ്ടി അകത്തളങ്ങളിൽ ഒരു വേദന ഉള്ളവർ മാത്രമേ പ്രാർത്ഥിക്കാവൂ കേട്ടോ. ആമേൻ. കാരണം എന്താണെന്നറിയാമോ? ആമേൻ. നീ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്പസമയം യുദ്ധം നടക്കുന്ന അനേക പ്രതിസന്ധി നടക്കുന്ന ദേശത്തിന് വേണ്ടി കരമുയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഒരു 2 മിനിറ്റ് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. നമ്മളിവിടെ സേഫാന്ന് വിചാരിക്കരുത്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറ, കർത്താവേ, ദേശത്തെ തകർക്കുന്ന, രാജാക്കന്മാരെ തകർക്കുന്ന അഹീതോഫേലിന്റെ ആലോചനയെ തകർത്തുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദന നടുവിൽ നിന്ന് നിന്റെ ആലോചന വെളിപ്പെടണമെന്ന് ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ഉച്ചത്തിലൊന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ.
നമ്മളെ ഏൽപ്പിച്ചിരിക്കുക കേട്ടോ. മരുഭൂമിയുടെ അവസ്ഥയാ, വേദനയുടെ അവസ്ഥയാണെങ്കിലും, നിങ്ങളുടെ കഷ്ടത്തിൻ്റെ അവസ്ഥയാണെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ, അവൻ സ്കൂളിനകത്ത് തകർന്നു പോയ ആയിരക്കണക്കിന് ആൾക്കാരെ. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്തേ പറ്റിയുള്ളൂ. കർത്താവേ, നിന്റെ ആലോചന നടക്കണമേ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വരണ്ടു പോകല്ലേ കുഞ്ഞുങ്ങളെ? നമ്മുടെ മനസ്സ് വരണ്ടു പോകരുത്. അയ്യോ, ഞങ്ങൾ സേഫാണല്ലോ, ഞങ്ങൾക്കൊന്നും പറ്റത്തില്ലല്ലോ, ഞങ്ങൾക്കിവിടെ എല്ലാം സേഫാണല്ലോ എന്ന് ചിന്തിക്കരുത്. ആമേൻ. ദാവീദ് പറഞ്ഞു, ആമേൻ, അഹീതോവിനെ പോലെ ചില എഴുന്നേറ്റാൽ എൻ്റെ ജീവിതത്തിലും ചില ചകർച്ചകളുണ്ടാകും. അഹീതോവിനെ പോലെ ചില എഴുന്നേറ്റാൽ എൻ്റെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകും. അതുകൊണ്ട് അവൻ്റെ ആലോചന നടക്കല്ലേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് അവൻ്റെ ദാഹം. അവൻ ദാഹിക്കുകയാണ്. അത് സംഗീതത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. അടുത്ത വാക്യോട് വായിച്ച് സങ്കീർത്തനത്തില്, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അവൻ ഉള്ള മാത്രമല്ല എഴുതിയിരിക്കുന്നത്, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അപ്പോൾ ദേഹവും ദൈവത്തിന് വേണം. ഈ ദേഹം എന്താണെന്നറിയാമോ? ദൈവത്തിന് യാഗമായി സമർപ്പിക്കുന്നതാ. ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്, സഹോദരന്മാരെ, ബുദ്ധിയുള്ള ആരാധനയായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്നിവിടെ വെറുതെ വന്നിരിക്കരുത്. ശരീരത്തിൻ്റെ മേൽ ആത്മപകർച്ച നിങ്ങൾ പ്രാപിക്കണം. ഹല്ലേലൂയ. എങ്കിലേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകത്തുള്ളൂ. ആമേൻ. ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇന്ന് ഞായറാഴ്ച നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി കൊടുക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അവരുടെ മേലാരാണ് ദൈവം ആത്മാവിൻ്റെ പകർച്ചയെ തരാൻ പോകുന്നത്. അവരാണ് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നത്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ പോകുന്നത്. കേട്ടേച്ചു പോകാനല്ല, ദൈവത്തിൻ്റെ വചനം അത് റിസീവ് ചെയ്യാനുള്ളതാ. ഹല്ലേലൂയ. വായിച്ചേച്ച് പോകാനുള്ളതല്ല, ദൈവത്തിൻ്റെ വചനം അത് പഠിക്കാനുള്ളതാ. ആമേൻ. ഈ ദിവസങ്ങളിൽ അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ പറ, ഹല്ലേലൂയ, ആമേൻ, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അടുത്ത വാക്യം പറയുന്നത്, അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടത്. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടത്. നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ദാവീദ് എവിടാ കിടക്കുന്നേ? മരുഭൂമിയിലാണ് കിടക്കുന്നേ. പക്ഷെ പുള്ളി പറയുന്നതന്നെ, ഞാൻ സമ്മതിക്കുന്നില്ലെന്നേ. യാഥാർത്ഥ്യം, അവൻ മരുഭൂമിയിലാണ് കിടക്കുന്നേ. പക്ഷെ ദാവീദ് സമ്മതിക്കാൻ തയ്യാറല്ല. ദാവീദ് പറഞ്ഞു, മരുഭൂമിയിലാണ് യാഥാർത്ഥ്യമെങ്കിലും ഞാൻ വിശ്വാസത്തിൽ കിടക്കുന്നത് ദൈവത്തിൻ്റെ മന്ദിരത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? അവൻ യാഥാർത്ഥ്യം ലോകത്ത് പലതും വരാം. സിംഹാസനം പോയെന്ന് വരാം, വേദന വന്നെന്ന് വരാം, പലതും പോയെന്ന് വരാം. പക്ഷെ ദാവീദ് പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട്, ഞാനായിരിക്കുന്നത് നിന്റെ വിശുദ്ധ മന്ദിരത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാഥാർത്ഥ്യത്തിന് വിരോധമായി സിംഹാസനത്തിൽ മാത്രമല്ല വിശുദ്ധ മന്ദിരം, ഞാനായിരിക്കുന്ന ഇടത്ത് മരുഭൂമിയിലും നിന്റെ വിശുദ്ധ മന്ദിരം തുറക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് യാക്കോബിനോട് ചോദ്യം. അവൻ ഓടിപ്പോകുക, ലാബാന്റെ അടുത്തേക്ക് ഓടുകയാ. കാടിൻ്റെ മധ്യത്തിൽ ഒരു തലേണ എടുത്തു വെച്ച് കിടക്കുമ്പോൾ അവൻ കാണുന്നത് വിശുദ്ധ മന്ദിരം അവിടെ ഇറങ്ങി വന്നു. പ്രതിസന്ധിയുടെ നടുവിൽ വിശുദ്ധ മന്ദിരം ഇറങ്ങി വന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരുന്ന് ആരാധിക്കാൻ കഴിയുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? അവൻ പഴയ നിയമത്തിൽ അവൻ വിശുദ്ധ മന്ദിരം പുറത്താണെങ്കിൽ, പുതിയ നിയമത്തിൽ ഞാനാണ് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, ഞാനാണ് നിങ്ങളെൻ്റെ മന്ദിരമെന്നും
ഞാൻ നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? പുതിയ നിയമത്തിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ ഇവിടെ ദൈവത്തിൻ്റെ മന്ദിരമായി വന്നിരിക്കുകയാ. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് ആരാധന പുറപ്പെടണം. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് തേജസ് പുറപ്പെടണം. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് സ്തുതിസ്തോത്രം പുറപ്പെടണം. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് ധൂപം പുറപ്പെടണം. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് ഇതൊക്കെ പുറത്തു വരാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ആരാധനയ്ക്ക് വന്ന് വെറുതെ ഇരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നീ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ ആമേൻ, നീ ദൈവത്തിന് കൊടുക്കാമെങ്കിൽ, ഓ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആമേൻ, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. നീ ആലയത്തിലിരുന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താൽ യഹോവ തന്റെ ജനത്തിന് ശക്തി തരും. ഹല്ലേലൂയ. വെറുതെ ഇരിക്കുന്നവരുടെ മേലല്ല കേട്ടോ. ആമേൻ. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാ. പുതിയ നിയമത്തിൽ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ തേജസ് വരുത്തുവാനാ. അതുകൊണ്ട് ദൈവം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ആലയത്തിൽ പണ്ടുണ്ടായിരുന്നതിലും അധികമായി ഞാൻ മഹത്വപ്പെടുത്താൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ആമേൻ, ആദ്യ നൂറ്റാണ്ടിൽ ദൈവം ചെയ്ത പ്രവൃത്തിയേക്കാൾ വലിയ പ്രവൃത്തി എൻ്റെ ഈ ശരീരത്തിലൂടെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവരെന്ന് ദൈവത്തെ സ്തുതിക്കുക. അവൻ ദൈവപ്രവൃത്തി നിന്നെ കൊണ്ട് ദൈവം ചെയ്യട്ടെ. അത് നിന്നെ കൊണ്ട് ചെയ്യാൻ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അതുകൊണ്ട് പറയുക, ഞാൻ ആലയത്തിലായിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ എന്നെ തകർക്കുന്നുണ്ട്, പക്ഷേ ഞാൻ വിശുദ്ധ മന്ദിരത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുകൊണ്ടുള്ള പ്രത്യേകത തന്നെയാ. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന്. എത്ര പേർക്ക് ദൈവത്തിൻ്റെ മഹത്വം ഈ ദിവസം കാണണം? ദൈവത്തിൻ്റെ ബലം എത്ര ദിവസം കാണണം? ഉണങ്ങിയിരിക്കുന്നെങ്കിൽ, വരണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിനായി ദാഹിക്കാൻ വന്നിരിക്കുമോ? ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ കരച്ചിലോടെ, വിലാപത്തോടെ മരുഭൂമിയിൽ കിടക്കുന്ന ദാവീദ് നിലവിളിക്കുകയാ, കരയുക. നഷ്ടങ്ങൾ പലതും ഉണ്ടെങ്കിലും അവനെ കരച്ചിലിന്റെ നടുവിൽ പറയുക, സിംഹാസനമല്ല എൻ്റെ വിഷയം, എൻ്റെ ദൈവമാണ് എൻ്റെ വിഷയം. ആ ദൈവം എന്നോട് കൂടെയുണ്ട്, അവൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ അവൻ്റെ മഹത്വം കാണാൻ പോകുകയാ. ആമേൻ. വാക്ക് ഉറപ്പിച്ച് വായിച്ച്, അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരും ചോദിക്കുക, എന്നെ കേൾക്കുന്ന സഹോദരി, ആമേ, സഹോദര, ആമേ, നിന്റെ ശരീരത്തിലൂടെ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവമഹത്വം കാണുമെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്നവന്റെ മുമ്പിൽ ഇരുന്ന് ആരാധിച്ചാൽ അത് ദൈവത്തെ ഇറങ്ങി വരും, ദൈവ മഹത്വം ഇറങ്ങി വരും. എന്നാ കാര്യം എന്നറിയാമോ? ഇതൊരു യാഗമായി തീരുകയാ. ദൈവസന്നിധിയിൽ കരഞ്ഞാത്മാവിലാകാൻ പഠിക്കണം. നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെ ഇരുന്ന് ആരാധിച്ചവരാ. പറയാ, അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന്. ആ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഇവൻ ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇനി ആ ഭാഗം എടുക്കുന്നില്ല, പുറകെ നോക്കിയാൽ മതി. അബ്ശാലോമൊക്കെ പറയുക, ആമേൻ, നമുക്കിവനെ അറ്റാക്ക് ചെയ്യാം. ഹല്ലേലൂയ. ഇവൻ ക്ഷീണിച്ചിരിക്കുക, ഭക്ഷണമില്ലാതിരിക്കുക, ദാവീദ് മരുഭൂമി തകർന്നു കിടക്കുക. ഇപ്പോൾ അറ്റാക്ക് ചെയ്താൽ അവനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. പുറത്ത് നമ്മളെ തകർക്കാൻ ശത്രു ആയുധങ്ങൾക്ക് കോപ്പ് കൂട്ടുമ്പോൾ, നമ്മുടെ നന്മയെ ഇല്ലാതാക്കാൻ കൂട്ടുകൂടുമ്പോൾ, ആമൻ, വെറുതെ ഞായറാഴ്ച വന്നിരുന്ന് വെച്ച് പോകരുത്. നീ ധൈര്യത്തോടെ പറയണം, ഞായറാഴ്ച ആരാധനയല്ല, ഞായറാഴ്ച വന്നതുമല്ല. എന്നെ ശത്രു നോക്കുമ്പോൾ എൻ്റെ ശത്രു മുമ്പിൽ ധൈര്യത്തോടെ അവൻ പറയണം, ആമൻ, ഞാൻ തളർന്നിരിക്കുന്നവനല്ല, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നവനല്ല, എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ തൃപ്തി വന്നുകൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം, ശത്രുവിനെ തൊടാൻ കഴിയത്തില്ല. ആമേൻ. ശത്രുവിൻ്റെ നന്മയെ തൊടാൻ കഴിയത്തില്ല. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം, കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ അവൻ നിങ്ങളെ ചിരിക്കരുത്. കരയുന്നൊരു മനസ്സുണ്ടാകട്ടെ. വചനം കേൾക്കുമ്പോൾ നിലവിളിക്കുന്ന ഒരു മനസ്സുണ്ടാകട്ടെ. ആരാധിക്കുമ്പോൾ ദൈവത്തോട് ശക്തിയോടെ, കർത്താവേ നിന്റെ ബലം എൻ്റെ അകത്തുനിന്ന് കാണണമേ, നിന്റെ മഹത്വം ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അവൻ രണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു മനസ്സുണ്ടാകട്ടെ. മരുഭൂമിയുടെ അവസ്ഥയിലും ആരാധിക്കുന്ന ഒരു മനസ്സുണ്ടാകട്ടെ. വന്നിരുന്നേച്ച് പോകരുത്. കുഞ്ഞുങ്ങളെ വീണ്ടും ഞാൻ പറയാ, നമ്മുടെ മുന്നിൽ നടക്കുന്ന സംഭവങ്ങൾ വന്നിട്ടല്ല നിലവിളിക്കേണ്ടത്. അവൻ പ്രതിസന്ധി വന്നിട്ടല്ല നിലവിളിക്കേണ്ടത്. കയ്യിൽ അനുഗ്രഹം നിൽക്കുമ്പോൾ ഈ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങണം. ആമേൻ. ദാവീദ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും അവൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നവനാ. സ്വന്തം ഭാര്യയായ മീകൾ പോലും ലജ്ജിക്കത്തക്കവണ്ണം കളിയാക്കിയപ്പോൾ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചവൻ പ്രതിസന്ധിയുടെ നടുവിലും പറയുക, ആ ദൈവം ഇന്നും എൻ്റെ ദൈവമോ. ഹല്ലേലൂയ. പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. സ്വന്തം ഭാര്യ മീകൾ പറഞ്ഞു, ഇത്രമാത്രം ആരാധിക്കണോ, ഇത്രമാത്രം സ്തോത്രം പറയണോ, ഇത്രമാത്രം നൃത്തം ചെയ്യണോ? അവൻ പറഞ്ഞു, അവൻ ഒന്നോർത്ത് നോക്കി, നിന്റെ അപ്പനെ എടുത്ത് പുറത്ത് കളഞ്ഞേച്ച്, നിന്റെ അപ്പനെ എടുത്ത് തൂക്കിക്കളഞ്ഞേച്ച് അവൻ ആടിൻ്റെ കൂട്ടത്തിൽ കിടന്ന് എന്നെ പോക്കി ഈ രാജസിംഹാസനത്തിൽ കൊണ്ടുവന്നെങ്കിൽ ഇങ്ങനെ ചാടിയാൽ മതിയോ എന്ന് അവൾ ചോദിച്ചത്. അങ്ങനെ ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മയൊക്കെ കൊണ്ടുവന്ന് ഈ ദേശത്ത് ഇത്രത്തോളം അനുഗ്രഹം തന്നാൽ ഇങ്ങനെ വാ തുറന്ന് സ്വത്രം പറഞ്ഞാൽ മതിയോ? അവൻ ഇങ്ങനെ കൈയടിച്ചാൽ മതിയോ? അവൻ നമ്മുടെ സ്റ്റാറ്റസ് കൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ പറയാ, ദൈവസന്നിധി വരുമ്പോൾ സ്റ്റാറ്റസ് ഒക്കെ മാറ്റിവെക്ക്. എല്ലാവരും ഒരുപോലെ ആകുക. അവൻ നേഴ്സ് ആക്കിയെന്ന് വരാം, ഡോക്ടർ ആക്കിയെന്ന് വരാം, എഞ്ചിനീയർ ആക്കിയെന്ന് വരാം. ഇതൊക്കെ നമ്മുടെ തലയിൽ ബുദ്ധി ഇരിക്കുന്നിടത്തോളമേ ഉള്ളൂ കേട്ടോ. അത് ദൈവസന്നിധി നിറയ്ക്കരുത് ആരും. അവൻ ദൈവസന്നിധി വരുമ്പോൾ കരയുന്നൊരു മനസ്സ് വേണം, നിലവിളിക്കുന്ന ഒരു മനസ്സ് വേണം. അങ്ങനെയുള്ളവരുടെ ധൈര്യത്തോടെ അവൻ ദാവീദ് പറയുക, അവൻ സിംഹാസനത്തിരുന്ന മീകളോട് പറഞ്ഞു, ഇവിടെയും ഞാൻ ആരാധിക്കും. സിംഹാസനം പോയപ്പോൾ ദാവീദ് പറയുക, ഇവിടെയും ഞാൻ ദൈവത്തെ ആരാധിക്കും. അവൻ എവിടെയാണേലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അവൻ കണ്ണുകളടച്ച് അല്പസമയം ആരാധിക്കാൻ അവൻ വെറുതെ ഇവിടെ ഇരിക്കരുത്. ഹല്ലേലൂയ. അവൻ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ആത്മാവ്, നിങ്ങളെ ഞെരുക്കുന്ന ആത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പ്രസംഗിക്കുന്നത് എനിക്കറിയത്തില്ല, വെറുതെ കൈയടിച്ചു പോകരുത്. അവൻ ക്ഷീണിപ്പിക്കുന്ന, ഞെരുക്കുന്ന, ആത്മികം ഇല്ലാതാക്കുന്ന, അഭിഷേകം കളയുന്ന അവൻ നിന്റെ അവസ്ഥയിൽ നിന്ന് നീ പുറത്തു വന്നിട്ട് പറയണോ, എൻ്റെ ദൈവത്തിൻ്റെ ബലം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അവനെ കാണാൻ പോകുക. കൃപയുള്ളവരൊക്കെ അല്പസമയം ദൈവത്തെ സ്തുതിച്ച്, ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാവീദ് പറയാണ്, അവൻ എൻ്റെ ശത്രുക്കൾ അവൻ തല പൊക്കാതെ വണ്ണോ എന്നെ ആത്മാവിൽ നിറയ്ക്കുന്ന എനിക്ക് സഹായമായ ഒരു ദൈവം എനിക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് എല്ലാവരും കണ്ണുകളടച്ച്, ആരും കണ്ണു തുറക്കണ്ട, അല്പസമയം ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ആമേൻ ഹൃദയമാകുന്ന യാഗപീഠത്തിൻ്റെ മേൽ, ഹൃദയമാകുന്ന യാഗപീഠത്തിൻ്റെ മേൽ ആമേൻ ശരീരമാകുന്ന നിന്നെ ഒന്ന് വെക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ വെറുതെ ഇരിക്കരുത്, എന്നെ പ്രസാദിപ്പിക്കാൻ ഇരിക്കരുത്. അഗ്നിജാല പോലെ കണ്ണുള്ളവൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാ. ആമേൻ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആമേൻ, നമ്മുടെ തലയ്ക്ക് മീതെ സന്ദർശനങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ആയേ മതിയാകത്തുള്ളൂ, ഇനി അഭിഷേകമായേ മതിയാകത്തുള്ളൂ, പ്രാർത്ഥിക്കുന്നവനായേ പറ്റത്തുള്ളൂ, അവൻ ആരാധിച്ചേ പറ്റത്തുള്ളൂ, ദൈവകൃപ അനുഭവിച്ചേ പറ്റത്തുള്ളൂ, ആത്മാവിൽ ശക്തിപ്പെട്ടേ പറ്റത്തുള്ളൂ.
ഓ റസാത്തൻ എല്ലാവരും ആരെങ്കിലും ക്ഷീണിപ്പിക്കുന്ന അവരവർക്കറിയാം. ആമേ ശത്രു നിങ്ങളെ ഞെരുക്കുന്നെങ്കിൽ വെറുതെ ഇരിക്കരുത്. നിങ്ങളുടെ മനസ്സ് എവിടെ പോകുന്നത് നിങ്ങൾക്കറിയാം. പിന്നെ കരഞ്ഞാൽ ദൈവം സന്ദർശിച്ചാൽ ദൈവം അനങ്ങത്തില്ല കുഞ്ഞുങ്ങളെ. പിന്നെ നിങ്ങൾ നിലവിളിച്ചാൽ ദൈവം അനങ്ങത്തില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നല്ലപോലെ അറിയാം അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിന്റെ അളവറ്റ വലുപ്പം ഇന്ന് പകൽ നിങ്ങൾക്കറിയാം. ആമേ തിരിച്ചറിഞ്ഞോട് പറ, ഇല്ലെങ്കിൽ ദൈവത്തോട് പറ, ദൈവമേ ഈ ശരീരത്തിൽ നിന്റെ മഹത്വം ഒന്ന് കാണണോ, നിന്റെ ബലമൊന്ന് കാണണോ, ഞാൻ ആത്മാവിൽ നിന്നെ ആരാധിക്കോ. ദൈവാത്മാവ് ചലിച്ചോണ്ടിരിക്കുകയാ, ദൈവാത്മാവ് ചലിച്ചോണ്ടിരിക്കുകയാ. നിന്റെ ഹൃദയമാകുന്ന, നിന്റെ മൈൻഡാകുന്ന യാഗപീഠത്തിന്റെ മേൽ ആമേ നിന്നെ വെച്ചിട്ട് പറ, എൻ്റെ ദൈവമേ ഇതിനെ തീ ഇറക്കണമെന്ന് പറഞ്ഞാൽ വചനമാകുന്ന തീയ്, അഭിഷേകമാകുന്ന തീയ് ഇന്ന് പകൽക്കാലം നിന്റെ യാഗപീഠത്തിന്റെ മേൽ അവൻ ഇറക്കാൻ പോകുക. ഒരാത്മാവിന്റെ കത്ത് ഇതിനകത്ത് ദൈവം ചെയ്യാൻ പോകുക. ആമേൻ 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 ആമേൻ. കർത്താവേ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ. ഞങ്ങളുടെ നിന്റെ ബലം കാണുവാൻ ഞങ്ങളുടെ അവസ്ഥ നിനക്കറിയാം, ഞങ്ങളുടെ സാഹചര്യം നിനക്കറിയാം എന്ന് ഞങ്ങൾക്കൊന്ന് വിശ്വസിക്കുന്നു. വരണ്ടു പോകുന്നതിന് മുമ്പേ നിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ വരുത്തണമേ. വരണ്ടു പോകുന്നതിന് മുമ്പേ നിന്റെ ബലം ഞങ്ങളുടെ മേൽ തരണമേ. വരണ്ടു പോകുന്നതിന് മുമ്പ് നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ ഇറക്കണമേ. വരണ്ടു പോകുന്നതിന് മുമ്പ് നീ ഞങ്ങൾക്ക് സഹായമാകണമേ. സർവ്വം നഷ്ടപ്പെട്ട ദാവീദ് വിളിച്ചു പറയുക, കർത്താവേ നിനക്കറിയാമല്ലോ സിംഹാസനം എന്ന നിലയിലില്ല, രാജകീയ ഭോജനം എൻ്റെ മുമ്പിലില്ല, പലതും എൻ്റെ മുമ്പിലില്ല. എന്നാൽ അതിനേക്കാൾ വലുത് അല്ല, എൻ്റെ ജീവനേക്കാൾ വലുത് നിൻ്റെ ദയ, അതിനോട് കൂടെയുണ്ട്. ആമേൻ. അത് ഞാൻ അനുഭവിക്കുന്നു കർത്താവേ. ഏത് സാഹചര്യത്തിലും നീ എനിക്ക് സഹായമാകുമെന്ന് പറഞ്ഞ് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ, നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമോ? നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവ് ഇതിനായിട്ട് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കേൾപ്പിച്ച നല്ല